പുതിയ കുറച്ച് ആളുകൾ ഇറങ്ങിയിരിക്കണം. റമദാൻ മാസത്തിലെങ്കിലും ഇതൊക്കെ ഒന്ന് മാറ്റിച്ചൂടെ? അല്ലാതെ എന്നാ അള്ളാഹിനോട് പോയി പറഞ്ഞോളാം. ആദ്യത്തെ റമദാനിലാണ് അള്ളാഹ് ബദർ യുദ്ധം ഉണ്ടാക്കിയത്. അള്ളാഹിനെ ഉപദേശിക്കുന്ന കുറച്ച് മുസ്ലിമീങ്ങളുണ്ട്. ഇപ്പോൾ വേണ്ടില്ലാത്ത പണി. എനിക്കിപ്പോൾ 10 പോത്തിനറച്ച് മുണുങ്ങാൻ കഴിഞ്ഞത് ഒരു പ്രശ്നം ഉണ്ടാക്കിയതുകൊണ്ടാണ്. പോത്തിന്റെ ബുദ്ധി ബദരീങ്ങളാണ്ടിനറക്കണ പോത്തിന്റെ ബുദ്ധി എനിക്കില്ല. പോത്തിന് പറയാ എന്ത് നറുത്തോട്ടെ, അത്രയും നല്ല. റമദാൻ മാസത്തിൽ അസത്യത്തിനെതിരെ പ്രശ്നം ഉണ്ടാക്കിയ സത്യവാദികളെ ഓർമ്മക്ക് വേണ്ടിയാണ് എന്നെ അറുക്കുന്നത്. റമദാൻ പ്രശ്നം ഉണ്ടാക്കേണ്ട കാലാണ് എന്ന് ആർക്കറിയാം? പോത്തിനറിയാം. ഈ പോത്തിനെ അറുത്ത് മുണുങ്ങ, എനക്കതറിയില്ല. സമാധാനത്തിൻ്റെ കിതാബല്ല ഖുർആൻ. സമാധാനം അതിൽ എമ്പോടെ പറഞ്ഞിട്ടുണ്ട്. ഖുർആനിൽ സമാധാനമുണ്ട്. പക്ഷെ അതൊക്കെ ഖുർആന്റെ പേര് സമാധാനം എന്നല്ല, അൽ ഫുർഖാൻ. എന്താ അതിൻ്റെ അർത്ഥം? തെറ്റിനെയും ശരിയെയും തമ്മിൽ വേർതിരിക്കുന്ന കിതാബാണ്. പോത്തിന്റെ ബുദ്ധി അല്ലെങ്കിൽ ഇതൊന്ന് ആലോചിച്ചോളാം. ഇങ്ങനെ കളകളന്ന് ഓതിയിട്ട് കയറി എന്തടതിൻ്റെ പേര്, എന്തടതിൻ്റെ പേര് ഇങ്ങനെ കളകളന്ന് ഓതല്ലോ. ഇതെന്തതിൻ്റെ പേരെന്താ? നിങ്ങൾക്ക് അങ്ങനെ ഓതിയിട്ട് സ്വർഗം അങ്ങനെ ദള്ളാക്കി എന്തിനാ ദള്ളാക്കി? നിങ്ങൾ കുറച്ച് ആളുകൾക്ക് ഓതിയിട്ട് ഇങ്ങനെ ഓരോ അറഫിനും 70 ഇരട്ടിന്ന് ഇങ്ങനെ എണ്ണി ഇങ്ങനെ പോക്കാനോ? എന്താ പറയാ? അള്ളാഹിനെ ഉപദേശിക്കാൻ നടക്കുന്ന കുറച്ച് ആളുകളുണ്ട്. ഇപ്പോൾ റമദാൻ മാസത്തിൽ വേണ്ടിയില്ലായിരുന്നു എന്ന ജാതി അള്ളഹാനോട് പറയുന്നേ. റമദാൻ മാസത്തിൽ വേണ്ടിയില്ലായിരുന്നു. ഈ പ്രശ്നം ആദ്യം ഉണ്ടാക്കിയ ആളല്ലേ? റസൂലല്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രശ്നം ഉണ്ടാക്കാൻ പറ്റിയ മാസമാണ് എന്ത്? പക്ഷെ അതെന്തിനായിരിക്കണം? തെറ്റിനെയും ശരിയെയും വേർതിരിക്കണം. അതാണ് ഖുർആൻ പറഞ്ഞാൽ ആദ്യം അതിൻ്റെ കർമ്മ, അതിൻ്റെ പണം. അൽ ഫാരിഖു ബൈനൽ ഹഖ് വൽ ബാത്തിൽ. ഹക്കിനെയും ബാത്തിലിനെയും തമ്മിലാണ് വേർതിരിച്ച്. ഖുൽ ജാഅൽ ഹഖ് വസഹഖൽ ബാത്തിൽ ഇന്നൽ ബാത്തില കാന സഹൂഖ. അതാണ് ആരെ പണി? ഖുർആന്റെ പണി, റമളാന്റെ പണി. അതിന് അന്തമാണ്. അന്നല്ലവർക്ക് തിരിയുള്ളൂ. നല്ലോണം മനസ്സിലാക്കണം. നമുക്കൊരു ലക്ഷ്യമില്ല, ബാത്തിൽ ഇല്ലാതാവണം. ഇത് മാത്രം ലക്ഷ്യം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഹക്കുണ്ടായിക്കോളും. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അത്രേ ഉള്ളൂ ജനങ്ങളെ. മനുഷ്യരിൽ നിങ്ങളൊക്കെ എനിക്ക് കയ്യേരും. നന്നായി നന്നായി, അത്ര ആവശ്യം. സ്വർഗത്തിൽ നമ്മളെല്ലാവരും ഒന്നിച്ചുണ്ടാവും. എന്നെ അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അത്രയേ ഉള്ളൂ. അതൊന്നും പ്രശ്നമില്ല. എതിർത്താലും പിന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഈ പറഞ്ഞു കൊണ്ടുവരണത് നിങ്ങൾ ചിന്തിക്കണം. ബുദ്ധി വേണം. മനുഷ്യൻ ബുദ്ധി ഉപയോഗിച്ച് പണിയെടുക്കണം.